എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 18ാമത്തെ വീഡിയോയാണിത്. മുൻ ഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. പ്രഭാഷകന്റെ പുസ്തകം 34-ാം അധ്യായവുമായി ബന്ധപ്പെട്ട 44 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. പ്രഭാഷകൻ അധ്യായം 34-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. ചോദ്യം 2. പ്രഭാഷകൻ അധ്യായം 34-ന്റെ ശീർഷകം എന്ത്? ഉത്തരം വ്യർത്ഥ സ്വപ്നങ്ങൾ. ചോദ്യം 3. അവിവേകിയുടെ പ്രതീക്ഷകൾ എങ്ങനെയുള്ളതാണ്? ഉത്തരം വ്യർത്ഥവും നിരർത്ഥകവുമാണ്. ചോദ്യം 4. ഭോഷന്മാർക്ക് ചിറകു നൽകുന്നത് എന്താണ്? ഉത്തരം സ്വപ്നങ്ങൾ. ചോദ്യം 5. വ്യർത്ഥവും നിരർത്ഥകവുമായത് എന്താണ്? ഉത്തരം അവിവേകിയുടെ പ്രതീക്ഷകൾ. ചോദ്യം 6. ആര് നിഴലിനെ പിടിക്കുന്നവനെ പോലെയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. ചോദ്യം 7. കാറ്റിനെ അനുധാവനം ചെയ്യുന്നവനെ പോലെയുള്ളവൻ ആരാണ്? ഉത്തരം സ്വപ്നങ്ങളെ ആശ്രയിക്കുന്നവൻ. ചോദ്യം 8. സ്വപ്നത്തിലെ ദർശനം എന്തുമാത്രമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ. ചോദ്യം 9. എന്തിൽ നിന്ന് ശുദ്ധിയുണ്ടാകുമോ എന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം അശുദ്ധിയിൽ നിന്ന്. ചോദ്യം 10. യഥാർത്ഥ മുഖത്തിന്റെ പ്രതിച്ഛായ മാത്രമാണെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെ പറ്റിയാണ്? ഉത്തരം സ്വപ്നത്തിലെ ദർശനം. ചോദ്യം 11. ശകുനം, നിമിത്തം, സ്വപ്നം ഇവയെല്ലാം എന്തുപോലെ മിഥ്യയാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ഗർഭിണിയുടെ ഭാവന പോലെ. ചോദ്യം 12. എന്തല്ലെങ്കിൽ സ്വപ്നങ്ങളെ അവഗണിക്കാനാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അത്യുന്നതനിൽ നിന്നുള്ള ദർശനം. ചോദ്യം 13. ഗർഭിണിയുടെ ഭാവന പോലെ മിഥ്യയായത് എന്തെല്ലാമാണ്? ഉത്തരം ശകുനം, നിമിത്തം, സ്വപ്നം. ചോദ്യം 14. പൂരിപ്പിക്കുക. ഡാഷ് അനേകരെ വഞ്ചിച്ചിട്ടുണ്ട്. അവയിൽ ആശ്രയിച്ചവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ഉത്തരം സ്വപ്നങ്ങൾ. ചോദ്യം 15. വിജ്ഞാനത്തിന് പൂർണ്ണത ലഭിക്കുന്നത് എന്തിലാണ്? ഉത്തരം സത്യസന്ധമായ ചുണ്ടുകളിൽ. ചോദ്യം 16. വളരെ കാര്യങ്ങൾ അറിയുന്നത് ആർക്കാണ്? ഉത്തരം വിദ്യാസമ്പന്നന്. ചോദ്യം 17. വിവേകത്തോടെ സംസാരിക്കുന്നത് ആരാണ്? ഉത്തരം അനുഭവസമ്പന്നൻ. ചോദ്യം 18. അറിവ് കുറയുന്നത് ആർക്കാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അനുഭവജ്ഞാനമില്ലാത്തവന്. ചോദ്യം 19. പ്രഭാഷകന്റെ അഭിപ്രായ പ്രകാരം കഴിവുറ്റവനാകുന്നത് ആരാണ്? ഉത്തരം യാത്ര ചെയ്തിട്ടുള്ളവൻ. ചോദ്യം 20. വളരെ കാര്യങ്ങൾ താൻ കണ്ടിട്ടുണ്ടെന്ന് പ്രഭാഷകൻ പറയുന്നത് എവിടെ നിന്നാണ്? ഉത്തരം യാത്രയിൽ. ചോദ്യം 21. ഞാൻ ഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തിനേക്കാൾ കൂടുതലാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ. ചോദ്യം 22. മാരകമായ അപകടങ്ങളിൽ നിന്ന് പലപ്പോഴും തന്നെ രക്ഷിച്ചിട്ടുള്ളത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അനുഭവജ്ഞാനം. ചോദ്യം 23.
പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത്? ഉത്തരം ദൈവഭക്തന്റെ. ചോദ്യം 24. ദൈവഭക്തൻ പ്രത്യാശയർപ്പിക്കുന്നത് ആരിലാണ്? ഉത്തരം അവന്റെ രക്ഷകനിൽ. ചോദ്യം 25. അധീരനാവുകയോ ഭീരുത്വം പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് ആരാണ്? ഉത്തരം കർത്താവിനെ ഭയപ്പെടുന്നവൻ. ചോദ്യം 26. ആരുടെ ആത്മാവ് അനുഗ്രഹീതമാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവഭക്തന്റെ. ചോദ്യം 27. ആര് തന്റെ ആശ്രയം അറിയുന്നുവെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദൈവഭക്തൻ. ചോദ്യം 28. കർത്താവ് കടാക്ഷിക്കുന്നത് ആരെയാണ്? ഉത്തരം തന്നെ സ്നേഹിക്കുന്നവരെ. ചോദ്യം 29. തന്നെ സ്നേഹിക്കുന്നവർക്ക് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റിൽ അഭയകേന്ദ്രവുമായിരിക്കുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. ചോദ്യം 30. കർത്താവ് പൊരിവെയിലിൽ തണലും ഇടറാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമായിരിക്കുന്നത് ആർക്കാണ്? ഉത്തരം തന്നെ സ്നേഹിക്കുന്നവർക്ക്. ചോദ്യം 31. പൂരിപ്പിക്കുക. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് ഡാഷ് പ്രദാനം ചെയ്യുന്നു. ഉത്തരം സൗഖ്യവും ജീവനും അനുഗ്രഹവും. ചോദ്യം 32. പ്രഭാഷകന്റെ അഭിപ്രായമനുസരിച്ച് എങ്ങനെയുള്ള ബലിയാണ് പങ്കിലമായത്? ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി. ചോദ്യം 33. ആരുടെ കാഴ്ചകളാണ് സ്വീകാര്യമല്ലാത്തത്? ഉത്തരം നിയമനിഷേധകന്റെ. ചോദ്യം 34. അത്യുന്നതൻ പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ചെയ്യാത്തത് ആരുടെ ബലികളിലാണ്? ഉത്തരം ദൈവഭക്തിയില്ലാത്തവന്റെ. ചോദ്യം 35. പൂരിപ്പിക്കുക. ഡാഷ് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുമ്പിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. ഉത്തരം ദരിദ്രന്റെ സമ്പത്ത്. ചോദ്യം 36. ദരിദ്രന്റെ ജീവൻ എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം അവന്റെ ആഹാരം. ചോദ്യം 37. ദരിദ്രന്റെ ആഹാരം അപഹരിക്കുന്നവൻ ആരാണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം കൊലപാതകി. ചോദ്യം 38. പ്രഭാഷകന്റെ അഭിപ്രായത്തിൽ അയൽക്കാരന്റെ ഉപജീവനമാർഗം തടയുന്നവൻ എന്താണ് ചെയ്യുന്നത്? ഉത്തരം അവനെ കൊല്ലുകയാണ്. ചോദ്യം 39. വേലക്കാരന്റെ കൂലി കൊടുക്കാതിരിക്കുക എന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം രക്തച്ചൊരിച്ചിലാണ്. ചോദ്യം 40. പൂരിപ്പിക്കുക. ഒരുവൻ പണിയുന്നു, അപരൻ നശിപ്പിക്കുന്നു. ഡാഷ് അല്ലാതെ അവർക്കെന്തു ലാഭം? ഉത്തരം അധ്വാനം. ചോദ്യം 41. ഒരുവൻ പ്രാർത്ഥിക്കുന്നു, അപരൻ ശപിക്കുന്നു. ആരുടെ ശബ്ദമാണ് കർത്താവ് ശ്രദ്ധിക്കുക? അധ്യായവും വാക്യവും പറയുക. ഉത്തരം പ്രഭാഷകൻ 34:29. ചോദ്യം 42. പൂരിപ്പിക്കുക. ഡാഷ് ഇൽ തൊട്ടിട്ട് കൈ കഴുകിയവൻ വീണ്ടും അതിനെ സ്പർശിച്ചാൽ കഴുകൽ കൊണ്ട് എന്ത് പ്രയോജനം? ഉത്തരം മൃതശരീരത്തിൽ. ചോദ്യം 43. പാപങ്ങളെ പ്രതി എന്തു ചെയ്തിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആര് ശ്രവിക്കുമെന്നാണ് പ്രഭാഷകൻ ചോദിക്കുന്നത്? ഉത്തരം ഉപവസിച്ചിട്ട്. ചോദ്യം 44. പൂരിപ്പിക്കുക. പാപങ്ങളെ പ്രതി ഉപവസിച്ചിട്ട് വീണ്ടും അത് ചെയ്താൽ അവന്റെ പ്രാർത്ഥന ആരു ശ്രവിക്കും? ഡാഷ് കൊണ്ട് അവൻ എന്തു നേടി? ഉത്തരം എളിമപ്പെടൽ. 2024 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 18ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം. എല്ലാവർക്കും നന്ദി.